ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാത്തിരിക്കുന്നവർ ഭൂമിയെ അവകാശമാക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 37 അധ്യായം 9 വാക്യം. ദുഷ്പ്രവർത്തിക്കാർ ചതിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. നിങ്ങൾ ഭൂമിയെ അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജ്യം സ്വീകരിക്കുകയും എന്നേക്കും രാജ്യം കൈവശമാക്കുകയും ചെയ്യുമെന്ന് തിരുവെഴുത്ത് ദാനിയേൽ 7 അധ്യായം 18 വാക്യത്തിൽ പറയുന്നു. ശൗലിന് ശേഷം ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന് ഉടൻ രാജ്യം ലഭിച്ചില്ല. ശൗൽ രാജാവ് അവനെ കാടുകളിലും മലകളിലും ഓടിച്ചു. രാജ്യം സ്വീകരിക്കാൻ ദാവീദിന് വളരെ കാലം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ആ വർഷങ്ങളിലെ കാത്തിരിപ്പ് പാഴായില്ല. കാരണം ആ സമയങ്ങളിൽ അവൻ തന്റെ ആത്മീയ ജീവിതത്തിൽ ശക്തനായി. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം വന്നു. അവൻ ആദ്യം യഹൂദയുടെയും പിന്നീട് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി കിരീടധാരണം ചെയ്തു. അവൻ യുദ്ധം ചെയ്ത് എല്ലാ ജനതകളെയും ജയിച്ചു. അവൻ വിജയിക്കുകയും ആ ജനതകളെയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശു പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കുമെന്ന്. ഇത് മത്തായി 5 അധ്യായം 5 വാക്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് സൗമ്യതയുള്ളവർ? തിരക്കില്ലാതെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരാണ് സൗമ്യർ. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയോട് ഒരിക്കൽ ചോദിച്ചു, നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ നിങ്ങൾ അഹിംസയും നിഷ്കൃഷ്ട രാഷ്ട്രീയ പ്രതിരോധവും പ്രയോഗിക്കുന്നു. രക്തം ചൊരിയാതെയും യുദ്ധം ചെയ്യാതെയും സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ എന്ന്. ഉടൻ തന്നെ അദ്ദേഹം മത്തായി 5 അധ്യായം 5 വാക്യം ചൂണ്ടിക്കാണിച്ചു വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കുമെന്ന്. അതിനാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഞാൻ സൗമ്യതയെ ഉപയോഗിക്കും എന്ന്. നിത്യജീവനിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നവർക്കായി ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുസൂക്ഷിക്കുക എന്ന് യൂദ 1 അധ്യായം 21 വാക്യത്തിൽ പറയുന്നു. തന്റെ കാൽക്കൽ കാത്തിരിക്കുന്നവരോട് അവൻ തീർച്ചയായും കരുണ കാണിക്കും. കർത്താവ് കരുണയുള്ളവനും കൃപയുള്ളവനും കോപിക്കുന്നവനും കരുണയിൽ സമൃദ്ധനുമാണ്. അവൻ എപ്പോഴും നമ്മോട് കൂടെ പോരാടുകയില്ല, അവന്റെ കോപം എന്നേക്കും സൂക്ഷിക്കുകയുമില്ല എന്ന് സങ്കീർത്തനം 103 അധ്യായം 8-9 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. ദൈവമക്കളെ, കർത്താവിനായി കാത്തിരിക്കുക, ദേഷ്യപ്പെടരുത്, തിരക്ക് കൂട്ടരുത്, പ്രകോപിതരാകരുത്. എന്നാൽ നിങ്ങളുടെ എല്ലാ ഭാരവും ദൈവത്തിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ തീർച്ചയായും ഭൂമിയെ കൈവശമാക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ദാനിയേൽ 7 അധ്യായം 27 വാക്യം. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതിന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഹോശിയ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 4 അധ്യായം. ആമേൻ.